മോർണിംഗ്. താത്തിൻ്റെ വീട്ടിൽ ഫസ്റ്റ് ഡേ. ഡേ മൈലാഞ്ചിയൊക്കെ ചോന്നിട്ടുണ്ട്. സമയം 8 മണിയെങ്ങാണ്ടായി. ഞാൻ എഴുന്നേറ്റിട്ടില്ല, താഴേക്ക് പോയിട്ടില്ല. എന്താ അവസ്ഥ എന്നറിയില്ല. മഴത്തെ തണുപ്പും പുറത്തേക്ക് നല്ല കോടി സഹിച്ചൂട. വന്ന് വിട്ടുപോയല്ലോ എന്നായിപ്പോൾ. ഇനിയിപ്പോൾ 2 ദിവസം പൂണൂര് നിൽക്കുന്ന കാര്യം പണിയാണ് ഗൈസ്. എന്നാലും നിന്നല്ലേ പറ്റൂ. മൈലാഞ്ചി നല്ലോണം ചോന്നിട്ടുണ്ട് കേട്ടോ. ഈ കയ്യിലൂടെ ഇളക്കൊണ്ടിരിക്കണം. ഞാൻ പൊറാടിമലിടിച്ച് വെറുതെ ആയിപ്പോയി. കൈനടിയിൽ ഇടിച്ചാൽ മതിയായിരുന്നു. അപ്പം അങ്ങനെയാണ്. മെല്ലെ എഴുന്നേക്കട്ടെ, പല്ല് തേക്കട്ടെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ, മെല്ലെ ഇവിടെ നിന്ന് ഇറങ്ങണം. ഓക്കെ, ചേട്ടാ. മുറ്റം നിറയെ റംബുട്ടാൻ. രാവിലത്തെ തന്നെ പരിപാടി എന്താ വെച്ചാൽ ഇന്നലത്തേടെ ബാക്കി മൈലാഞ്ചി ഇടും. പല്ലും തേച്ചിട്ടില്ല, ചായയും കുടിച്ചിട്ടില്ല, മൈലാഞ്ചി ഇടും. അതാണ് പരിപാടി. അത് പോട്ടെ, സ്പ്രെഡ് ആയത് പോട്ടെ. രാവിലെ തന്നെ യജാതി ചീയ മഴ നിറയെ. മൂത്ത സഹോദരിയുടെ വീട്ടിലാണ്. മൂത്ത സഹോദരിൻ്റെ വീട്ടിലുള്ളത്. ഇഷ്ടം പോലെ റംബുട്ടാനുണ്ട്. പഴുത്ത് വരുന്നേ ഉള്ളൂ. പഴുത്തത് പറിക്കാൻ എത്തൂല. പിന്നെ വേറൊരു സാധനം കാണിച്ചതാ. 2 കയ്യിലും മൈലാഞ്ചി കെട്ടുക. ഇതാണ് മക്കളെ കാണേണ്ട കാഴ്ച. താഴോട്ട് നോക്ക്, എത്രങ്ങാൻ കിടക്കുന്നുണ്ട്. അയ്യോടാ, എത്ര വലുപ്പാന്ന് കണ്ടോ. കഴിക്കട്ടെ. കുറച്ച് മഴ ആയതുകൊണ്ട് വെള്ളം കയറിയിട്ടുണ്ട്. ആയിക്കോട്ടെ, വെറുതെ പറിച്ചിട്ടുണ്ടാക്കാനാ. വേണ്ട. നല്ല സുഖം കിട്ടും. ഞാൻ പുയൊന്നും ഉണ്ടാവില്ലായിരിക്കും. പുയുണ്ടെങ്കിലും നാച്ചുറൽ അല്ലേ. ഇതിൻ്റെ പുരുവാണ് കേട്ടോ അത്. അറിയാടാ, മതി. നല്ല കൊക്ക നിറയുണ്ട്. തായങ്ങളുണ്ടോ? നാൾക്കും വേണ്ടാണ്ടിട്ടാ. അതിന്നുണ്ട് പുളിയുണ്ട്. ഉള്ളിൽ നോക്കി.
പുഴല്ല, പുഴുവിന്റെ അച്ചച്ചനാ. കേടായിട്ടാ 4 കുറച്ച് പേർക്ക് കൈ നിറഞ്ഞു. കൈ നിറയെ ചാമ്പക്കകളാണ്. ഉപ്പും മുളകും കൂട്ടി തിന്നണം. സൂപ്പറാ. മഞ്ഞയും കൂടി അത് അളിയനെന്താ വിളി? പുയ്യല്ലേ? അളിയന്റെ പണിയാ ഗൈസ്. പുയ്യില്ല, ധൈര്യമായിട്ട് തിന്നോളാൻ പറഞ്ഞു. ഒരളിയന്മാരങ്ങൾക്ക് എവിടുന്നെങ്കിലും കിട്ടുമോ ഗൈസ്? ഞാൻ പറിക്കുന്ന സമയത്ത് ഇങ്ങോട്ടൊന്നും പുയൊന്നും ഇല്ല, ധൈര്യമായിട്ട് തിന്നോളാന്. ആര് കാണേ പുയുള്ള സാധനത്തിനാ വെള്ളത്തിലിടുവോ? ചെറിയ രസം പോലും തിന്നാൻ വലിയ കുഴപ്പമൊന്നുമില്ല. കുറച്ച് നല്ലോണം മറിച്ചെടുക്കും. താത്തന്റെ ആടുന്ന് ചായ അടിപൊളി നെയ്ച്ചോറും അടിപൊളി കറി, ഒരു രക്ഷയില്ല. ഞാൻ കഴിക്കുന്നത് 10 കഷ്ണം പത്തിരിയും നല്ല തേങ്ങച്ച കോഴിക്കറിയും. അടിപൊളി കുക്കറാ. കഴിക്കാന്ന് പറഞ്ഞാൽ മുളക്കിയില്ല. ആടെ ഞാൻ മോള് കൊടുക്കട്ടെ. നല്ല മഴ ഇന്നലെ തുടങ്ങി മഴ നിൽക്കും. നോക്കൂ ഗൈസ്, നോക്കൂ ഗൈസ്. ഞാൻ എങ്ങോട്ട് പോവുകയാണെങ്കിലും ഇതോ പറ്റില്ല അവനും. ഞാൻ എന്തായാലും ഞാൻ പിന്നെ മറ്റേ ഞങ്ങൾ കിട്ടാ കൾച്ചറസ്. അപ്പോ അങ്ങനെയാണ്. ഓന് വീഡിയോയിൽ കയറൂല, കാരണം ഓനറിയാം എയറിൽ. ഇപ്പൊ അങ്ങക്ക് മനസ്സിലായില്ലേ ഞാൻ എന്റെ കുടുംബത്തിനെ എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്നുള്ളത്? ആരെ കാണിച്ചാലും ഓല എയറിലിടുകയാണ് നാട്ടുകാർ. എനിക്ക് പിന്നെ ഉളുപ്പില്ല എന്നുള്ള നാട്ടുകാർക്ക് അറിയാം. അതുകൊണ്ടാണ് ഗൈസ്. അപ്പം വീട്ടിലേക്ക് പോവാണ്. താത്തന്റെ അടിച്ച് പൊളിച്ചായൊക്കെ കുടിച്ചു. ഈ വീട്ടിൽ പോയിട്ട് ചോറുണ്ണണം. തിന്നുക ഉറങ്ങുക, ഉറങ്ങുക തിന്നുക, തിന്നുക ഉറങ്ങുക, ഉറങ്ങുക തിന്നുക. 2 ദിവസം അതിന് വേണ്ടിയിട്ട് പോവാണ്. ബൈ ബൈ ബൈ. മെലാഞ്ചി ഉണ്ടോ? പൊങ്ങിക്കോ. എമ്മാതിരി കാറ്റും മഴയാണെന്ന് നോക്കിയ മക്കളെ. വീട്ടിലെത്തി എച്ചാതി മഴ. കരണ്ടും ഇല്ല, മൊബൈലിൽ ചാർജും ഇല്ല.